കൊച്ചി ടു ബാംഗ്ലൂർ 7 രൂപയ്ക്കാണ് ഞാൻ പോകുന്നത്. ആദ്യമായിട്ടാണ്. വൃത്തിയൊക്കെ ഓബിയസ്ലി നമുക്ക് ഈ സ്ഥലത്തൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് അങ്ങനെയൊക്കെ തന്നെ. പക്ഷെ കൈ കഴുകുന്നിടത്ത് വാഷിംഗ് സോപ്പ് വെച്ചിരിക്കുന്നു. വാഷിംഗ് സോപ്പും നാരങ്ങയും, സോപ്പില്ല, ബാക്കി എല്ലാം ഉണ്ട്. ഫുൾ സെറ്റപ്പ് ഉണ്ട്. കേറാൻ പറ്റുമോ? വേറെ ആരെങ്കിലും കാണോ റൂമില്? ഹാൻഡ് വാഷ്, ഫേസ് വാഷ്, എന്റെ അമ്മോ, ഇങ്ങനെ നല്ലായിരുന്നല്ലോ ആള്. സമയം 4 മണി. സോ ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഇന്ന് ഞാൻ സോളോ ആയിട്ട് ബാംഗ്ലൂർ പോവാണ്. നമ്മളെ ബാംഗ്ലൂർ പോകുന്നത് ആദ്യത്തെ ഒരു ഉദ്ദേശമുണ്ട്. നമ്മൾ ഇതുവരെ ജെഫ്രിന്റെ താമസ രീതിയും ജെഫ്രിന്റെ ഒരു ലൈഫ് ഇൻ ബാംഗ്ലൂർ കാണിച്ചിട്ടില്ല. ആ അലമ്പായിട്ട് കിടക്കുന്ന ജെഫ്രിന്റെ PG ആയിരിക്കും. അവിടെ കയറിപ്പോയി ഒന്ന് വ്ളോഗ് ചെയ്യണം. ആൻഡ് അതിന് ജെഫ്രിനെ എവിടെ നിന്നാണ് കഴിക്കുന്നത്, ജെഫ്രിന്റെ ഒരു ജീവിത രീതി, ഒരു ബാച്ചുലർ ലൈഫ് ഇൻ ബാംഗ്ലൂർ കാണിക്കണം. അത് കഴിഞ്ഞ് പറ്റുമെങ്കിൽ മസനഗുഡി വഴി ഊട്ടിയിലേക്ക് എന്തായാലും പോകുന്നുണ്ട്. പക്ഷെ മസനഗുഡി വഴി ഊട്ടിയിലേക്ക് പോകണം എന്നുണ്ട്. വയ ബന്ദിപ്പൂർ ഫോറസ്റ്റ് ഒക്കെ നല്ല വെതറാണ്. ഓഫ് സീസൺ ആയതുകൊണ്ട് വലിയ ക്രൗഡ് കാണില്ല. ആൻഡ് ഊട്ടിയിൽ എനിക്കൊന്ന് ഞങ്ങൾ താമസിക്കാൻ പോകുന്ന എല്ലാവർക്കും ഒരു ഗൈഡൻസ് ആയിരിക്കും, ഒരു ഹെൽപ്പ് ആയിരിക്കും തോന്നുന്നു. കാരണം അത്ര എക്സ്പെൻസീവ് അല്ലാത്ത പക്ഷെ ഒരു അടിപൊളി സ്ഥലത്തായിരിക്കും നമ്മൾ താമസിക്കുന്നത്. സോ അതൊക്കെ ആയിട്ട് ഒരു സീരീസ് ഓഫ് വ്ളോഗ് ആയിരിക്കും. യാത്രയൊന്നും അധികം കാണിക്കുന്നില്ല. ഉദ്ദേശം നമ്മുടെ EV-യിൽ ഊട്ടി വരെ എത്തുന്നത് എത്ര ബുദ്ധിമുട്ടാണ്, ഈസിയാണോ പാടാണെന്നൊക്കെ അറിയുന്നതായിരിക്കും. അതിനു മുമ്പ് ഞാൻ യാത്ര തുടങ്ങുവാണ്. നമുക്ക് ഇവിടുന്ന് ബാംഗ്ലൂരിൽ എൻ്റെ ഒരു ഐഡിയയിൽ ഇപ്പം ഞാൻ മാത്രമല്ലേ ഉള്ളൂ, ഒറ്റ സ്റ്റോപ്പ്, അതും മാക്സിമം ഒരു 500 രൂപയ്ക്ക് ഞാൻ ചാർജ് ചെയ്യും. 500 രൂപയ്ക്ക് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ബാംഗ്ലൂർ എത്തി ബാംഗ്ലൂരിലെ ലോക്കൽ ഓട്ടും കൂടെ കവർ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമാണ്. സോ ഭയങ്കര അഫോർഡബിൾ ആയിട്ട് അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഒരു ട്രയലും കൂടി ആയിരിക്കും ഈ ഒരു യാത്ര. ഇനി അടുത്തത് നമ്മൾ ഫസ്റ്റ് ചാർജിങ് സ്റ്റോപ്പിലേക്ക് കാണുള്ളൂ. റേഞ്ച് 487 ആണ്. അത് നമ്മൾ ഓടിക്കുന്ന അനുസരിച്ച് മാറും. ഞാൻ ഒരു 250 കിലോമീറ്റേഴ്സിന് അടുത്താണ് ഫസ്റ്റ് സ്റ്റോപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പം സമയം കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 4:05. ഞാൻ ഒരു 4:15 ആകുമ്പോൾ ഇവിടുന്ന് ഇറങ്ങുന്നതായിരിക്കും. 4:15 ഇറങ്ങി, വീട്ടിൽ നിന്ന് ജസ്റ്റ് ഇറങ്ങി ഫസ്റ്റ് സ്റ്റോപ്പ് കാണിക്കുന്ന 4.5 മണിക്കൂർ ഡ്രൈവ്, 275 കിലോമീറ്റേഴ്സ്, 8:51 എത്തും എന്നാണ് നോക്കുന്നത്. നമുക്ക് വേറൊരു കാര്യം കൂടെ ചെക്ക് ചെയ്യും ബ്ലോഗിൽ. ബാംഗ്ലൂർ വെൻ കമ്പയർഡ് ടു നോർമൽ പെട്രോൾ ആൻഡ് ഡീസൽ കാർസ് ഇത് എക്സ്ട്രാ അധികം ടൈം എടുക്കുന്നുണ്ടോ ഇല്ലയോന്നും കൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. സോ ഇത് 2.5 മണിക്കൂറിലുണ്ടല്ലോ ഗൈസ്. ഞാൻ LNT റോഡിലേക്ക് കയറിയിട്ടുണ്ട്. EV ആണെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് സ്പീഡ് കുറഞ്ഞോ അല്ലെങ്കിൽ ആ ഒരു കോസ്റ്റിങ്ങോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. സാധാരണ പെട്രോൾ ഡീസൽ ഓടിക്കുന്ന പോലെയാണ്. എന്നാലും അത്യാവശ്യം നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ എവറി 10% ഏകദേശം ഒരു 55 കിലോമീറ്റേഴ്സ് ആണ് നമുക്ക് ചാർജ് കിട്ടുന്നത്. ഓക്കെ ഗൈസ്, സോ ഫസ്റ്റ് ചാർജിങ് സ്റ്റോപ്പ് 279 കിലോമീറ്റേഴ്സ് ഓടാൻ 4.5 hours എടുത്തു. ഇനിയും നമുക്കൊരു 193 കിലോമീറ്റർ, ഏകദേശം ഒരു 500 കിലോമീറ്റേഴ്സ് ആണ് കാണിക്കുന്നത് നമുക്ക് റേഞ്ച് കാണിക്കുന്നത് അപ്രോക്സിമേറ്റ്. പക്ഷെ ഇതിപ്പം നമ്മൾ സിറ്റിക്കകത്ത് വന്നു, ഈറോഡ് സിറ്റിക്കകത്ത് വന്നിരിക്കുവാണ്. അതുകൊണ്ടാണ് ഇത്രയും ടൈം എടുത്തത്. സോ ഗൈസ്, നിങ്ങൾക്ക് ഇന്ന് ചാർജിങ് കാണാം. 39 മിനിറ്റ്സ് ആണ് 100% ആവാൻ. പക്ഷേ 16 മിനിറ്റ്സ് മതി 80% ആവാനായിട്ട്. അത്യാവശ്യം നല്ല സ്പീഡിലാണ് പോകുന്നത്. ഒരു തിങ് എന്താണെന്ന് അറിയോ ഗൈസ്, ഇവിടെ വേറെ സിയോൺ എന്ന് പറഞ്ഞാൽ വേറെ ചാർജിങ് ഉണ്ട്. നമ്മുടെ ഹൈവേ തന്നെ, ഈ ഡൈവേഴ്ഷൻ ഒന്നും എടുക്കണ്ട, നമുക്കൊരു 10-15 ലാഭിക്കാം. പക്ഷേ ഇവിടെ ഇപ്പം എനിക്ക് ഫുൾ ഈ ഒരു ചാർജ് ഇപ്പം ഈ ചാർജ് ചെയ്യുന്ന അത്രയും ചാർജ് ചെയ്യാനായിട്ട് മേ ബി ഒരു 400 രൂപയെ ആവുള്ളായിരിക്കും. സോ ബാംഗ്ലൂർ എത്തി ബാംഗ്ലൂർ കുറച്ച് കറങ്ങാനായിട്ടുള്ള രൂപ 400 രൂപയാണെങ്കിൽ ടോട്ടൽ കോസ്റ്റ് ആവുന്നത്. സിയോണിലാണെങ്കിൽ അതൊരു 1200 രൂപയാവും. ഇറ്റ്സ് ലൈക്ക് ഓൾമോസ്റ്റ് 3 times എക്സ്പെൻസീവ്. ഇവിടെ പെർ യൂണിറ്റ് 11 രൂപയാണെങ്കിൽ അവിടെ ഓൾമോസ്റ്റ് പെർ യൂണിറ്റ് 28 രൂപയാണ്. സോ ഇവിടെ ഒരു 10 മിനിറ്റ് എക്സ്ട്രാ സ്പെൻഡ് ചെയ്താലും കുഴപ്പമില്ലല്ലോ. ഇവിടെ ലൗഞ്ച് ഉണ്ട്, മഹീന്ദ്രയുടെ ഷോറൂമാണ്. ഇവിടെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ബാംഗ്ലൂർ എത്തിയിട്ട് കാണാം ഗൈസ്. സോ ഞാൻ ആക്ച്വലി ഇവിടുന്ന് ഇപ്പോൾ പോവുകയാണ്. ഞാൻ 17 മിനിറ്റ് കണ്ട് ചാർജ് ചെയ്തോളം 80% ആയി. ഇവിടുന്ന് 400 കിലോമീറ്റർ അത് ഓടിക്കും. ഇപ്പോൾ ഞാൻ എൻ്റെ റേഞ്ച് കാണിക്കാം. പക്ഷേ ഇവിടെ വേറൊരു കാർ വന്നുകൊണ്ട് ഞാൻ പോവുകയാണ്. ഇപ്പോൾ ചാർജ് ചെയ്യുന്ന റേറ്റും ഞാൻ ഇപ്പോൾ കാണിക്കാം. 86% ചാർജ് അറിയാം. 80 നിർത്തണം വിചാരിച്ചു, പക്ഷേ 86% വേഗം കയറി. ഏകദേശം 20 മിനിറ്റ്സ് ആണ്. ഇനി 407 കിലോമീറ്റർ എടുക്കും. നമുക്ക് ബാംഗ്ലൂർ വരെ ഏകദേശം ഒരു 250-270 കിലോമീറ്റർ ഉള്ളൂ. പക്ഷേ എവിടെയെങ്കിലും ഒന്നും കൂടെ നിർത്തി ഒന്ന് ബ്രേക്ക് എടുക്കും. ഇനി ഒരു 15 മിനിറ്റ്സ് ഒരു ബ്രേക്കും കൂടെ എടുക്കുക. എന്ന് പറഞ്ഞായിരുന്നു 7 രൂപയെ ചാർജ് ആയുള്ളൂ. അതെങ്ങനെയാണെന്നറിയില്ല. അപ്പൊ കൊച്ചി ടു ബാംഗ്ലൂർ 7 രൂപയ്ക്കാണ് ഞാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് ഈ സംഭവം കാണുന്നത്. എററൊന്നുമല്ല, എന്റെ വാളറ്റിൽ 1977 ആയിരുന്നു, ഇപ്പൊ 1970 ആയി. എന്തോ ഭാഗ്യമായിരിക്കും. ഞാൻ ഒരു ചെറിയ ബ്രേക്കും കൂടെ എടുക്കാന്ന് വിചാരിച്ചേ. അപ്പൊ 12 മിനിറ്റ്സും കൂടെ ഒന്ന് ചാർജ് ചെയ്യാമെന്ന് വിചാരിച്ചു. 43% ഏകദേശം നമുക്ക് 80% കിട്ടും ഒരു 12 മിനിറ്റ്സ് ചാർജ് ചെയ്താൽ. 12 അല്ല, ഒരു ദോശ കഴിച്ച് വരുമ്പോൾ 15 മിനിറ്റ്സ് ആവും.
സോ എക്സ്ട്രീംലി സൂപ്പർബ് ആണ് ഇവരുടെ ഇപ്പോഴത്തെ ഒരു ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ. ആൻഡ് ഇനി ഇതിനെക്കാട്ടി ബെറ്ററേ ആവത്തുള്ളൂ. ഇമാജിൻ 120, 240 ഒക്കെ വന്നു കഴിയുമ്പോൾ 350 വരെ എടുക്കും ഈ വണ്ടി. 350 എന്ന് പറയുമ്പോൾ എനിക്കൊന്ന് 20 to 100% ഒക്കെ ഒരു 10 or 15 മിനിറ്റ്സ് ഒക്കെ നടക്കും. അടിപൊളി. സോ നമ്മളിത് ഇലക്ട്രോണിക് സിറ്റി ടോൾ ഗേറ്റ് എത്തി. 1:57 ഏകദേശം 2 മണിക്ക് എത്തി. 4:30 പുറപ്പെട്ടിട്ട്. സോ എനിക്കൊന്ന് നോർമൽ ഡ്രൈവിംഗ് ടൈം തന്നെയാണ്. മേ ബി ഒരു 10-20 മിനിറ്റ്സ് പോലെ എക്സ്ട്രാ എടുത്ത് കാണും. ആൻഡ് ഇനിയും നമുക്ക് 253 കിലോമീറ്റേഴ്സ് ബാക്കിയുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ നമ്മൾ 7 രൂപയ്ക്ക് ചാർജ് ചെയ്തത് മാത്രമേ ശരിക്കും നമുക്ക് ആവശ്യമുള്ളായിരുന്നു. ബാക്കിയുള്ള ഈ 253 ആക്ച്വലി നമുക്ക് ഇല്ലെങ്കിലും എത്തിയാണ്. സോ കൊച്ചി ടു ബാംഗ്ലൂർ 7 രൂപയ്ക്കാണ് എത്തിയത് ഭാഗ്യം കൊണ്ട്. അല്ലെങ്കിൽ ശരിക്കുള്ളത് ബില്ലായിരുന്നെങ്കിൽ ഒരു 300 രൂപ, വിച്ച് ഈസ് അമേസിങ് വാല്യൂ. റൂമിലെത്തി കിടന്നതും ഓർമ്മയുണ്ട്. ഇപ്പൊ 6 മണിയായി, ഞാൻ എഴുന്നേറ്റു. ഇനി ജെഫ്രിന്റെ അങ്ങോട്ടേ പോവാണ്. ഇനിയാണ് അങ്ങോട്ടുള്ള മെയിൻ സംഭവം. എന്തായാലും 7 രൂപയ്ക്ക് ചാർജിങ് ആയത് ഞാൻ ഒന്നും കൂടെ ചെക്ക് ചെയ്തിട്ടാ, പോയിട്ടില്ല. ആ 7 രൂപ തന്നെ പോയിട്ടുള്ളൂ. പിന്നെ നമ്മൾ രണ്ടാമത്തെ ചാർജ് ചെയ്ത പൈസ മാത്രമേ ആയിട്ടുള്ളൂ. എന്തായാലും അതൊരു നല്ല തുടക്കം തന്നെ ബാംഗ്ലൂർ ട്രിപ്പ്. സോ ഞാൻ ഇവിടുന്ന് ഇനിയിപ്പോ കാർ എടുത്ത് പോകുന്നില്ല. ഇവിടെ റാപ്പിഡോ എന്ന് പറഞ്ഞ മറ്റേ ബൈക്കോ അതിലെല്ലാം പോകുന്നതായിരിക്കും. കാരണം ജെഫ്രിനെ എന്നോട് പറഞ്ഞിരിക്കുന്നത് ഗോപാലം മാളിന്റെ അടുത്ത് പോവോ, അവിടെ വെച്ച് ജെഫ്രിൻ പിക്ക് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ജെഫ്രിൻ കഴിക്കുന്ന അടുത്ത് കൊണ്ടുപോയി അവിടെ എന്തോ ഒരു സാധനം ഭയങ്കര സംഭവം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ജെഫ്രിന്റെ സ്ഥിര സ്ഥലം അതെടുത്ത് ജെഫ്രിന്റെ അപ്പാർട്ട്മെന്റ് കൂടെ ഒന്ന് കാണാം. ഓക്കെ. ഈ സിട്രസ് ഹോട്ടൽ കണ്ണിങ്ങാൻ അത്യാവശ്യം നല്ല ഹോട്ടലാണ്. മെയിൻ സെന്ററിലാണ്. പാർക്കിംഗ് നല്ല സ്റ്റാഫാണ്. പാർക്കിംഗ് ഒക്കെ ഇവിടെ അടിയിൽ തന്നെ ഉണ്ട്. അത്യാവശ്യം വലിയ റൂമാണ്. ഒരു 4 സ്റ്റാർ ഹോട്ടലാണ്. ആൻഡ് ബാത്റൂംസും എല്ലാം അത്യാവശ്യം ക്ലീൻ ആണ്. സോ എനിക്ക് തോന്നുന്നു സിറ്റിയിൽ നിങ്ങൾക്ക് താമസിക്കാൻ പറ്റിയ ഒരു ഹോട്ടലാണ്. ചിലപ്പോഴൊക്കെ നല്ല ഗോവ പീപ്പിൾ ഓഫേഴ്സ് കിട്ടാറുണ്ട്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 3,800, 4,000 റേഞ്ചിലൊക്കെ കിട്ടുവാണെങ്കിൽ ഈ ഹോട്ടൽ നല്ലൊരു ഓപ്ഷനാണ്. ഈ ട്രാഫിക്കിൽ ഞാൻ എന്തായാലും ഇപ്പൊ 7 മണിയായി, ജെഫ്രിന്റെ അവിടെ എത്തില്ല. അപ്പൊ ഇവിടെ റാപ്പിഡോ എന്ന് പറഞ്ഞ ബൈക്ക് ടാക്സി ഉണ്ട്, അതാണ് പിടിച്ചിരിക്കുന്നത്. ഇത് 1 വേ ആയതുകൊണ്ട് പുള്ളി ഇവിടെ എവിടെയോ നിൽക്കുവാന്ന്. സോ ബൈക്ക് ടാക്സി കയറി 1/2 മണിക്കൂറിൽ ജെഫ്രിന്റെ അവിടെ എത്താം. ഹലോ, എന്താണ് ഇവിടെ എത്തിപ്പെടാൻ ഞാൻ പെടുന്ന പാടുണ്ടല്ലോ. മര്യാദക്ക് ഞാൻ ഈ സ്റ്റോപ്പിന്റെ കാര്യം പറഞ്ഞല്ലോ. എവിടെ പറഞ്ഞു? എന്നെ കളിയാക്കിയിട്ട് വേറെ സ്റ്റോപ്പിൽ കയറി ഇറങ്ങിയില്ലേ. ഞാൻ മെട്രോ, ബൈക്ക് ടാക്സി, ഇനി ഓട്ടോ, ഇനി വേറെ ബൈക്ക് പിടിച്ചിട്ട് വേണം ജെഫ്രിന്റെ വീട് കാണാൻ. നമുക്ക് നടക്കാം. ഇനി കുറച്ചു നേരം നടക്കാം. പെണ്ണ് കാണുന്ന ചടങ്ങ് എന്തായിരിക്കും? ഞാൻ എല്ലാം പൊളിക്കാൻ പോട്ടെ. ഇവിടെ എന്ത് പൊളിക്കാനാ? ആദ്യം എന്നെ വീട് കാണിക്കാൻ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഞാൻ ഭക്ഷണം കഴിക്കുന്ന സ്ഥലം ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന്. ഇത് ബീഫാണോ പട്ടിയാണോ ഒന്നും എനിക്ക് അറിയില്ല. അവാർഡ് കിട്ടിയ കണ്ടോ? ഇതൊക്കെ അവർക്ക് കിട്ടിയ അവാർഡാണോ? ഇത് മറ്റേ അന്തോന്നേന്ന് വാങ്ങി വെച്ചായിരിക്കും. അതാണ് സാധ്യത. ഒത്തിരി വർഷം ഇവരോട് നോക്കിയിട്ട് പേസിട്ട് നോക്കിയാൽ മതി, എന്നിട്ട് പറഞ്ഞാൽ മതി. വലിയ ബാംഗ്ലൂരാണ് വന്നിരിക്കുന്നത്. എല്ലാം ഒരു പ്ലേറ്റ് എടുക്കുന്നു. ബിരിയാണി ഉണ്ട് ഇവിടെ, നല്ലതാ. അതാണ് കഴിക്കുന്നത്. ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാത്തിനും ഓരോന്നോരോന്ന് പറ. അപ്പൊ ജെഫ്രിൻ ഡെയിലി കഴിക്കുന്ന സംഭവങ്ങൾ നമുക്ക് ഇവിടെ ഒന്ന് ടേസ്റ്റ് ചെയ്യാം. എനിക്കൊന്ന് ഇവിടെ PDF ഒക്കെ വറക്കുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടാ. PDF കൽമിയോ എനിക്കറിയില്ല, വേറൊന്നും എനിക്കറിയാം. ഞാൻ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കും. ആദ്യമായിട്ടാണ്. വൃത്തിയൊക്കെ ഓബിയസ്ലി നമുക്ക് ഈ സ്ഥലത്തൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് അങ്ങനെയൊക്കെ തന്നെ. പക്ഷെ കൈ കഴുകുന്നിടത്ത് വാഷിംഗ് സോപ്പ് വെച്ചിരിക്കുന്നു. വാഷിംഗ് സോപ്പും നാരങ്ങയും. സോപ്പില്ല, ബാക്കി എല്ലാം ഉണ്ട്. കൊള്ളാല്ല. തന്റെ ഫേവറേറ്റ് സ്ഥലത്ത് കൈ കഴുകാൻ വെച്ചിരിക്കുന്ന മറ്റേ തുണി അലക്കുന്ന സോപ്പാ. അലക്കില്ല, കൈയെങ്കിലും അത് വെച്ച് മൊത്തം അഴുക്കും പോകാൻ വേണ്ടിട്ടാണ്. അപ്പൊ ഇതാണ് സാധാരണ മീല്. അതോ ഇതല്ല, വേറൊരെണ്ണം ഉണ്ടായിരുന്നു, പക്ഷെ തീർന്നു പോയി. നമുക്കിത് ട്രൈ ചെയ്യാം. ഇത് നോക്കട്ടെ, ബീഫ് കബാബ് കേട്ടോ. ജെഫ്രിന്റെ ബീഫ് കബാബ് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഗ്രിൽഡ് അല്ലേ, പക്ഷെ ഫ്രൈ ചെയ്ത ടേസ്റ്റാ. സൂപ്പർ ആയിട്ടുണ്ട്. ഒരു BDF ഗ്രിൽ ചെയ്ത പോലെ. നോക്കട്ടെ, BDF മിക്കവാറും ഇത് കണ്ടിട്ട് കേരളം പൊളിക്കും. വെറുതെ അല്ല ജെഫ്രി ഏരിയ തന്നെ നിൽക്കുന്നത്. ഇതിന് ഇപ്പൊ 10 രൂപ കൂടി 70 രൂപയായി. BDF 70 രൂപ, 2 കബാബിന് 10 രൂപ കൂടി 60 രൂപയായി. 60. നേരത്തെ 50-60 ആയിരുന്നു. മറ്റേന് പക്ഷെ 80. ഞാനും കൂടെ ഇവിടെ കൂടിയാലോ. നോക്കട്ടെ, അടുത്ത വീട് പോയി കാണട്ടെ. അതെ, കൈ എവിടെ കഴുകും ഞാൻ. റൂമിൽ പോയി കഴുകും. അതാ നല്ലത്. ഇപ്പോഴും കഴിച്ചോണ്ടിരിക്കുക റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടും. എന്ത് ഇനി ഗുഹയിൽ കൂടെയാണോ പോണ്ടേ? ഈ ഗുഹയിൽ കൂടെ പോണം. ഇത് മഞ്ഞുമേൽ ബോയ്സ് പോലെ ആവോ? കുട്ടേട്ടാ സെറ്റപ്പ് ഉണ്ട്. കേറാൻ പറ്റുമോ? വേറെ ആരെങ്കിലും കാണോ റൂമില്?
ഓഹോ, സോ വെൽക്കം ടു ജെഫ്രി. ആദ്യം തന്നെ ജെഫ്രിന്റെ റൂം ടൂർ കാണിക്കാം. അമ്മോ, ഇത്രയും ഇത് ഉറപ്പായിട്ട് ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. ഞാനല്ല വൃത്തിയാക്കണത്, ഓൾട്ടർനേറ്റീവ് ദിവസം അവരെന്നെ വൃത്തിയാക്കും. ബാത്റൂം ഇതെല്ലാം ക്ലീൻ ചെയ്യും. ഇത് ഒരിക്കലും ഇങ്ങനെ അല്ലായിരുന്നു കേട്ടാ. എനിക്കൊരു ഫോട്ടോ എടുത്ത് അയച്ചപ്പോ ഷൂസ് ഒക്കെ റാക്ക് ഇവിടെ ഉണ്ട്, ഷൂസ് അവിടെ എവിടെയൊക്കെ കിടക്കുമായിരുന്നു. അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ക്യാമറ കൊണ്ട് വന്നുകൊണ്ട് മാത്രമേ അതുകൊണ്ട് ഇപ്പൊ നോക്കിക്ക് എന്ത് സെറ്റപ്പ്. അത് സിംഗിൾ ബെഡ്, വലിയ മിറർ, പിന്നെ വാർഡ്രോബ്. ഈ പീസിൽ എനിക്ക് മാത്രം ബാൽക്കണി. ഓ, അതും വേറെ എന്ത് വേണം. ബാക്കിയുള്ളവർക്കൊക്കെ കോമൺ ബാൽക്കണിയാ. ഓ, പ്രൈവറ്റ് ബാൽക്കണി. എന്റെ അമ്മോ, ഇത് കൊള്ളാം കേട്ടോ. ഫുൾ സെറ്റപ്പ് ആണ് ജെഫ്രിന്റെ ഏരിയ. വലിയ ബാൽക്കണി ആണല്ലോ. ഈ ബാൽക്കണി ഫുൾ എന്റെ സ്വന്തം. ഓ, അപ്പൊ ഇതാ ഇങ്ങനെയാണ് ജെഫ്രി. വെള്ളം കുടിക്കാനൊക്കെ തുടങ്ങിയ നല്ല സ്വഭാവങ്ങളൊക്കെ ഉണ്ട്. എല്ലാം നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടാ. ഇത് ഞാൻ വീട്ടിൽ തപ്പി തുടങ്ങിയിട്ട് കുറെ നാളായല്ലോ. ഓക്കെ, അടിപൊളി കേട്ടോ. എല്ലാം നല്ല സെറ്റപ്പാ, എല്ലാം നല്ലതാണ്. പക്ഷെ ഇതിന്റെ റെന്റ് മാത്രം എനിക്ക് ദഹിക്കാൻ പറ്റുന്നില്ല. 15 ഞാനിപ്പോ ഇവിടുന്ന് ഫുഡ് മാറ്റി ഒരു 14 ആക്കി. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് 1 BHK എടുക്കണം. അല്ല, 15,000 അല്ലേ ഈ ഒരു റൂമിന്? അല്ലേ, ആലോചിക്കും. മെട്രോന്റെ തൊട്ടടുത്ത് 2 മെട്രോ അടുത്ത്, എല്ലായിടത്തേക്കും പോവാ. പിന്നെ നിങ്ങൾക്ക് താഴെ ക്യാൻറ്റീനും ഉണ്ട്. അത് നമ്മുടെ സ്വന്തം. അത് കഴിക്കാറില്ല. അതൊക്കെ കാണാം. വെജിറ്റേറിയൻ. ഓ, അത് വേണ്ട, കഴിക്കരുത് കേട്ടാ. അവിടെ അത്ര ബീഫൊക്കെ ഉള്ളപ്പോ ഞാൻ എങ്ങനെ കഴിക്കാറ്? അപ്പൊ നമുക്ക് ഇത് ആഘോഷിക്കാനായിട്ട് നമുക്ക് എവിടെങ്കിലും പോയി ഡിന്നർ കഴിക്കാം. ഇപ്പൊ കഴിച്ചു വന്നേ ഉള്ളൂ. ഡ്രസ് മാറണ്ടേ? എന്നിട്ടൊക്കെ പോവാം. ഹാൻഡ് വാഷ്, ഫേസ് വാഷ്. എന്റെ അമ്മോ, ഇങ്ങനെ നല്ലായിരുന്നല്ലോ ആള്. മറ്റേ മെഡിമിക്സ് സോപ്പ് ഉപയോഗിച്ച് ഫേസ് വാഷ് ചെയ്ത ആളായിരുന്നു എറണാകുളത്ത്. അതെ. ഓ, കാല് വരെ കഴുകാൻ വേറെ സോപ്പ് വെച്ചിരിക്കുന്ന സാറ്. എങ്ങനെ ഇങ്ങനെ മാറ്റം വന്നേ? നോക്കാള് കിടന്നോണ്ട് കാണാനുള്ള സെറ്റപ്പ് ആണ്. ഓ, ഞാൻ കിടക്കുന്ന കാണുന്ന സിനിമ എന്ത് വേണം വേറെ. തൊട്ടടുത്ത് ജീവിതമല്ല, ഇങ്ങനെയൊക്കെ എൻജോയ്മെന്റ്. ഞാൻ സമ്മതിക്കില്ല, എനിക്ക് സഹിക്കുന്നില്ല. അപ്പുറത്തൊരു ബീച്ച് വേക്കനായിട്ട് ഇറപ്പുണ്ട്. ഒരു ഞാനും വരുന്നതായിരിക്കും. എന്നോട് പറയണ്ട. ഇന്ദിരാഗാന്ധിയുടെ ഇന്ദിരാഗാന്ധിയിലേക്ക് പോകുന്നു. സമാധാനായി. ഞാൻ പറഞ്ഞിട്ടില്ല. അയ്യോ, ക്യാമറ ഓൺ ചെയ്യാൻ വയ്യ, ഇതാണ് പ്രശ്നം. എല്ലാരും വാക്ക് മാറ്റുന്ന. അതെ, ഇപ്പൊ പോകുന്നിടത്ത് എന്ത് വേണമെങ്കിലും കഴിക്കാം കേട്ടാ. 600 രൂപയുള്ളൂ. ഓക്കെ, കുളിക്കണം, എല്ലാം ഉണ്ട്. ഡ്രിങ്ക്സ് ഉൾപ്പെടെ ആയിരിക്കും. ഫിംഗർ പ്രിന്റ് ഒക്കെ കള്ളന്മാരൊന്നും കയറാണ്ടിരിക്കാൻ വേണ്ടി ഫുൾ സെറ്റപ്പ് ആയിട്ട് ഡിഫറെന്റ്. ഇതാണ് അവരുടെ മെസ് ഹാള്. ഇപ്പൊ ആൾക്കാർ ഇരിക്കുന്നുണ്ട്, ഞാൻ കാണിക്കുന്നില്ല. പക്ഷെ അത് അവർക്ക് ഇവിടെ ഫുഡ് സെർവ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് വണ്ണിസ്ത എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ഏകദേശം ഒരു 850 റുപ്പീസ്, അത് നമ്മൾ സ്വിഗ്ഗി ഒക്കെ ഉപയോഗിച്ച് പേ ചെയ്താൽ, ഡൈനൗട്ട് ഉപയോഗിച്ച് പേ ചെയ്താൽ 150 റുപ്പീസ് ഡിസ്കൗണ്ട് ഉണ്ട്. സോ അറൗണ്ട് ഒരു 600-650 റുപ്പീസിന് മെനുവിലുള്ള എന്ത് വേണമെങ്കിലും അൺലിമിറ്റഡ് ആയിട്ട് ഓർഡർ ചെയ്യാം. അത് സംഭവമല്ല. ഞാനിപ്പോ ഓർക്കുന്നില്ലേ, നമ്മൾ പണ്ട് വന്നിട്ടുണ്ട്. ഒന്നുമില്ല, അത്രയധികം ഭക്ഷണം കഴിച്ചിട്ടുണ്ട് നമ്മുടെ ബ്ലോഗിൽ. എന്നിട്ട് ഇതൊന്നും ഓർമ്മയില്ലാതെ. ഓർക്കണ്ടേ, നമ്മൾ ഈ കാണുന്ന ഏത് ഡെസേർട്ട് വേണമെങ്കിലും എടുക്കാം, ഏത് ഡ്രിങ്ക്സ്, ഏത് സ്റ്റാർട്ടേഴ്സ്, ഏത് പിസ്സ, പാസ്ത, എന്ത് വേണമെങ്കിലും. ഓർമ്മയില്ലേ? അപ്പൊ ഒന്നും കൂടെ മട്ടിക്കാം. ഫിഷ് ഫിംഗേഴ്സ്, ചിക്കൻ ഫിംഗേഴ്സ്, ഗാർലിക് ബ്രെഡ്, ഇനി ഡ്രിങ്ക്സ് വരും. ഇനി ഓരോ സാധനങ്ങളും വരാൻ കിടക്കുന്നതേ ഉള്ളൂ. ഒരു 5000 രൂപയ്ക്കെങ്കിലും കഴിച്ചിട്ടേ ഇവിടുന്ന് പോകാൻ പാടുള്ളൂ. ഇപ്പോഴാണ് അമ്മമാർക്ക് പണി കൂടാൻ പോണത്. ആരും ഇല്ല, കണ്ടാ വീക്ക് ഡേ ആയതുകൊണ്ടാ. ഫുഡ് ഒരു രക്ഷയില്ല. ഇത് നല്ലതാണോ? ഭയങ്കര ടേസ്റ്റ്. ഞാൻ വിചാരിച്ചു സാധാരണ വെറുതെ ഒരു പേരിന് ഈ ബുഫയ്ക്ക് അടിപൊളി. ഇത് കഴിച്ചു നോക്കുക. ഇത് ശരിക്കും ഒരു പിസ്സ വള്ളി. ഇതൊരു ചീസ് ഗാർലിക് ബ്രെഡ് ആണ്. ആൻഡ് ഈ ഫിഷ് ഫിംഗേഴ്സിന്റെ അകമൊക്കെ ഭയങ്കര നല്ല ഫ്ലേവറുള്ള ഫിഷ്. ബാസിയും നല്ല നെയ്മീൻ പോലത്തെ എന്തോ ഫിഷ് വെച്ച് അവർ ചെയ്തിരിക്കുന്നത്. നല്ല അത്യാവശ്യം കുറച്ച് സ്പൈസിനെസ് ഉണ്ട്, നല്ല ക്രിസ്പി. പിന്നെ ഈ ഇത് ചിക്കനാണ്. പിന്നെ ഈ ബുഫേ എന്ന് പറയുന്നതുകൊണ്ട് ഈ മെനുന്ന് ഓർഡർ ചെയ്യുന്നുണ്ട് എല്ലാം ഫ്രഷ് ആയിട്ടാണ് വരുന്നത്. ബുഫേ പോലെ ഇരുന്ന് തണക്കത്തും ഇല്ല. ഇല്ല, നമ്മൾ പറയുക കൊണ്ടുവരിക. സൂപ്പർ. അത് മാത്രം നമ്മൾ പോയി എടുത്തു. ഡെസേർട്ട് ഓക്കെ. അത് ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടും ആരെക്കൂടി ഞാൻ സംസാരിക്കുന്നു. ഇത് ചിക്കൻ സ്വീറ്റ് ആൻഡ് സവർ ചിക്കൻ, ഇത് ബേക്ക്ഡ് ചിക്കൻ വിങ്സ്. ഇത് പക്ഷേ ഒരു തട്ടിപ്പോലെ പോയി, തീരെ ചെറുതായി പോയി. ഇത് 4 പ്ലേറ്റും കൂടെ പറ. ഇവർക്കറിയോ നമ്മളെ
ഡ്രിങ്ക്സും കൊള്ളാം ജെഫ്രി. അതേതാ അത്? അത് സ്ട്രോബെറി, ഇത് ഓറഞ്ച് ആൻഡ് മിന്റ്. എല്ലാം കൊള്ളാം കേട്ടോ. എനിക്കൊന്ന് ഇവിടെ കോളേജ് സ്റ്റുഡൻസിനെയാണ് മെയിൻ സ്ഥലം. നല്ലതല്ലേ എല്ലാം? ഈ ജെഫ്രിന്റെ മുഖമൊക്കെ മാറുന്ന കാണാം കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നോ? ഫുൾ ആവും തോറും ജെഫ്രിന്റെ മുഖം മാറിക്കൊണ്ടിരിക്കും. സന്തോഷമല്ല, ദേഷ്യം വന്നുകൊണ്ടിരിക്കും. ഇനി ഇത് കഴിക്കുകയും ചെയ്യണം, ഇത് കഴിച്ചില്ലെങ്കിൽ നാണക്കേടുമാണ്. ആ സമയത്ത് കഴിക്കാനും വയ്യ, തിരിച്ച് സ്കൂട്ടർ ഓടിക്കണം. ഇത് ഇവരുടെ ചിക്കൻ ഓവർലോഡ് പിzzയാണ്. ഓവറായിട്ട് ലോഡ് ചെയ്ത ഫുൾ ലോഡിങ്. അടുത്തത് പെപ്പറോണി. ഇനി ഒരെണ്ണം കൂടെ വരുവേ ഉണ്ടോ? അത് കഴിഞ്ഞിട്ട് ഡെസേർട്ടിലേക്ക് പോവാം. ഇതും കൂടെ കഴിച്ചാൽ ഇതൊരു സ്റ്റഫ്ഡ് ചിക്കൻ പിzzയാണ്, ഒരു കാൽസൂൺ പോലത്തെ സംഭവം. എല്ലാം ഭയങ്കര ഹെവിയാണ്. ഇത് തിൻ ക്രസ്റ്റ് ആണെങ്കിലും ഒരുപാട് ചീസ് ഇടുന്നുണ്ട്. ഒന്നിലും ഒരു മറ്റേ പിശുക്ക സംഭവമൊന്നുമില്ല. അതുകൊണ്ട് എല്ലാം ഹെവിയാ. ചിരിയൊക്കെ പോയി മുഖത്തുനിന്ന്. ഒരു സ്പ്രെഡ് ഓഫ് ഡെസേർട്ട്, ഫഡ്ജ് ടാർട്ട്, ലെമൺ ടാർട്ട്. ഇത് വൈറ്റ് ചോക്ലേറ്റ് ചീസ് കേക്ക്, ന്യൂട്ടെല്ല ചീസ് കേക്ക്. ഇതൊരു ഡബിൾ ചോക്ലേറ്റ് കേക്ക്. മതിയാവോ? നോക്കാം. ഇനിയുണ്ട് ഇതുപോലത്തെ ഒരു 5-6 ജാർസ് വേറെ ഇരിക്കുന്നുണ്ട്. ഇതുപോലത്തെ ഒരു 3-4 പീസും കൂടി ടാർട്ട് സൂപ്പറാ. കാരണം എന്താ അറിയോ, സാധാരണ വെച്ചാൽ ഫുള്ള് പീനട്ട്സ് ഒക്കെ കണ്ടിരിക്കുന്നത്. ഇത് മൊത്തം വാൾനട്ട്സാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. നല്ല റിച്ച് ഫ്ലേവർ കിട്ടും. ഓർഡർ ചെയ്ത എല്ലാം നല്ലതാ. വിങ്സ് മാത്രം ജസ്റ്റ് ആവറേജ്. ബാക്കി എല്ലാം അടിപൊളിയായിരുന്നു അല്ലേ? അടിപൊളി. ബൈ ബൈ, കിടന്നുറങ്ങ. നാളെ പൊളിക്കണം. മറ്റന്നാള് രാവിലെ മസനഗുഡി വഴി. ഞാൻ കള്ളനാണോ? മറന്നുപോയി. മസനഗുഡി വഴി ഊട്ടിയിലേക്ക്. ഓക്കെ ബൈ.